സ്വർണം കുമിഞ്ഞുകൂടിയിട്ട് വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ സ്വർണം കുഴിച്ചെടുക്കുന്നത് നിർത്താനും പറ്റുന്നില്ല. ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാന്റെ എണ്ണ വ്യവസായം. വിൽക്കാൻ കഴിയാതെ വെക്കാൻ ഇടമില്ലാതെ ഇറാൻ അവരുടെ എണ്ണക്കിണറുകൾ എന്നേക്കുമായി പൂട്ടാൻ ഒരുങ്ങുകയാണോ? അതോ ഈ സാഹചര്യങ്ങൾ ലോകത്തെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ? നോക്കാം. കടുത്ത പ്രതിസന്ധിയിലാണ് ഇറാന്റെ എണ്ണ മേഖല ഇപ്പോൾ ഉള്ളത്. ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കയുടെ നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കാരണം ഇറാന്റെ എണ്ണ കയറ്റുമതി ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇറാന്റെ മൊത്തം എണ്ണ ഉൽപാദനത്തിന്റെ 90% നടക്കുന്ന ഖാർഗ് ദ്വീപിലെ സംഭരണികൾ പരമാവധി ശേഷിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 30 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ വരെ സംഭരിക്കാൻ ശേഷിയുള്ളതാണ് ഈ ദ്വീപ്. ഗത്യന്തരമില്ലാതെ കാലങ്ങളായി മറ്റൊന്നിനും ഉപയോഗിക്കാതെ കിടന്നിരുന്ന 30 വർഷം പഴക്കമുള്ള നശ എന്ന പഴയ കപ്പൽ പൊടിതട്ടിയെടുത്ത് കടലിൽ ഒരു ഒഴുകുന്ന എണ്ണ സംഭരണിയാക്കി മാറ്റാനുള്ള തത്രപ്പാടിലാണ് ഇറാൻ ഇപ്പോൾ. കണക്കുകൾ പരിശോധിച്ചാൽ സ്ഥിതി എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാകും. മാരിടൈം വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഇറാനിൽ ഇനി വെറും 13 ദശലക്ഷം ബാരൽ എണ്ണ കൂടി സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ ഇറാന്റെ പ്രതിദിന ഉൽപാദനം 1 ദശലക്ഷം മുതൽ 1.1 ദശലക്ഷം ബാരൽ വരെയാണ്. അതായത് ഈ നിരക്കിൽ പോയാൽ വെറും 12 മുതൽ 13 ദിവസങ്ങൾക്കകം ഇറാന്റെ എണ്ണ സംഭരണികൾ പൂർണ്ണമായും നിറഞ്ഞു കവിയും. ഏപ്രിൽ 16 ഖാർഗ് ദ്വീപിൽ നിന്ന് 5 ദശലക്ഷം ബാരൽ എണ്ണ 3 ടാങ്കറുകളിലേക്ക് മാറ്റി സംഭരിച്ചതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ടാങ്കർ ട്രാക്കേഴ്സ് എന്ന പ്ലാറ്റ്ഫോം പുറത്തുവിട്ടിരുന്നു. ഇത് കാണിക്കുന്നത് നിലവിലെ സാഹചര്യത്തിന്റെ ഭീകരതയാണ്. സംഭരണികൾ നിറഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? അതൊരു വലിയ ദുരന്തത്തിലേക്കാകും നയിക്കുക. എണ്ണക്കിണറുകൾ വെറുതെ ഒരു സ്വിച്ചിട്ട് ഓഫ് ചെയ്യാൻ കഴിയില്ല. സംഭരിക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് കിണറുകൾ പെട്ടെന്ന് അടച്ചുപൂട്ടിയാൽ അത് അവയുടെ സ്വാഭാവിക സമതുലിതാവസ്ഥയെ തകർക്കും. കിണറുകളിൽ വെള്ളം കയറാനും അവയുടെ ദീർഘകാല ഉൽപാദനക്ഷമതയെ ബാധിക്കാനും ഇത് കാരണമാകും. എണ്ണ കയറ്റുമതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെ മാത്രം ഊന്നി നിൽക്കുന്ന ഇറാന് ഇതൊരു വൻ തിരിച്ചടിയാകും. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തന്നെ കൂപ്പുകുത്തും. എന്നാൽ ഇതൊരു ഇറാന്റെ മാത്രം പ്രശ്നമായി കണ്ട് ലോകത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദകരായിട്ടുള്ള ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ഭീമമായിട്ടുള്ള തോതിൽ എണ്ണ ആഗോള വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്താൽ അത് ആഗോള എണ്ണ വിലയെ കുത്തനെ സ്വാധീനിച്ചേക്കാം. ഇന്ധന പ്രതിസന്ധി ആത്യന്തികമായി ലോകത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ആയിരിക്കും നയിക്കുക. ഇറാന്റെ എണ്ണക്കിണറുകളിലെ വെള്ളക്കയറ്റം ഒരുപക്ഷെ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ മുക്കിയേക്കാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.